ഹലോ ഹലോ, ഇതാരും കേൾക്കുന്നില്ലയോ? ഇതാണ്ട് റോബിനും ജോബിനും ജോനായും ജോയലും അതുകൊണ്ട് ജസിക ജാസിലിനൊക്കെ ഓടി വരുന്നതേ ഉള്ളൂ. ബിനുവും ജോജുവും ഒക്കെ ഈ ഏറിയെ കാണാനേ ഇല്ല. എല്ലാവരും വന്നു. യെസ്, എനിക്കറിയാം നമ്മൾ ഒരാഴ്ചത്തേക്ക് ശേഷം വീണ്ടും പാട്ട് പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ രാത്രി കിടന്നപ്പം പ്രാർത്ഥിച്ചവർ എത്ര പേരുണ്ട്? അയ്യോ എൻ്റെ ദൈവമേ, എല്ലാവരും പ്രാർത്ഥിച്ചോ? അടുത്ത ചോദ്യം, എത്ര പേര് ബൈബിൾ വായിച്ചു? എന്തോ പറ്റി വായിക്കാഞ്ഞ്? ഉറങ്ങിപ്പോയോ? ഉറങ്ങിപ്പോയല്ലയോ? യേശു അപ്പച്ചൻ്റെ കുഞ്ഞുങ്ങൾ എന്നും ബൈബിൾ വായിക്കും, എന്നും പ്രാർത്ഥിക്കും. യേശു അപ്പച്ചൻ്റെ കുഞ്ഞുങ്ങൾ. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ടീച്ചേഴ്സിന് വേണ്ടി എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? വേൾഡ് ടു വേൾഡ് ടെലിവിഷനിലെ ഈ ബട്ടർഫ്ലൈസ് പ്രോഗ്രാമിന് വേണ്ടി എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നവർക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. യെസ്, അതാണ് ഞങ്ങളുടെ ബലവും കരുത്തും. മക്കളെ, ജീവിതം ചെറുതാണ്, അതിനെ നന്നായി ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. അത് എപ്പം വേണേലും ഉടഞ്ഞു പോകാം. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ അതിനെ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ ഉടയാതെ ലക്ഷ്യം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എപ്പം വേണേലും വീണു പോകാം, ഉടഞ്ഞു പോകാം. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ കൊടുത്താൽ ഒരു നാളും ഉടഞ്ഞു പോകുകയില്ല. കുഞ്ഞുങ്ങളെ, നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈണം വലിയ ഇഷ്ടമാണ്. എന്നാൽ നമ്മൾ ദുഃഖത്തിലായിരിക്കുമ്പോൾ അതിൻ്റെ വരികൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് പോകാം. ഒന്നായി പാടാം. ഹായ് കൊച്ചു കൂട്ടുകാരെ, എല്ലാവരും പാട്ട് പഠിക്കാൻ ഓടി വന്നോ? ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ബൈബിളിലെ കുറച്ച് കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ടുള്ള ഒരു കുഞ്ഞിപ്പാട്ടാണ്. പഠിക്കാൻ റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? മോശയെ നിങ്ങൾക്കറിയാമോ? വിക്കനായ മോശയെ വിരുദ്ധനാക്കിയ ദൈവം. കുള്ളനായ സക്കായി അറിയാമോ? കുള്ളനായ സക്കായെ കൂടെ കൂട്ടിയ ദൈവം. തള്ളിയ കല്ല് മൂലക്കല്ലാക്കിയവൻ. കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും പേര് ചൊല്ലി, ജോയൽ, ജോന, മീകൾ, മീവൽ, എല്ലാവരും പേര് ചൊല്ലി വിളിക്കുന്നതായിട്ടുള്ള യേശുപ്പച്ചൻ. അതുകൊണ്ട് ഗോപ്രോ എന്ന് പറഞ്ഞാൽ എന്തോ? ഗോയിങ് പ്രൊഫിഷ്യൻറ്റ്, സമർത്ഥരായി തീരുക, ക്രിസ്തുവിൽ സമർത്ഥരായി തീരുക. ഗോയിങ് പ്രൊഫിഷ്യൻറ്റ്, ഗെറ്റ് സെറ്റ് ഗോ. അതുകൊണ്ട് നമുക്കും ഇതുപോലെ ഓടാനായിട്ട് സാധിക്കും. ബാലനായ ശൗമേലിനെ അറിയാമോ? ബാലൻ ശൗമേലിനെ എന്തോ ആക്കി? പ്രവാചകനാക്കി. ഇടയനായ ദാവീദിനെ അറിയാമോ? വലിയ രാജാവാക്കി അല്ലേ? വിരോധിയായ ശൗലിനെ അറിയാമോ? യേശുവിൻ്റെ സ്നേഹിതനാക്കി. അങ്ങനെയെങ്കിൽ കർത്താവിന് അസാധ്യമായിട്ട് ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ കൊച്ചു കൂട്ടുകാരെ, ഇവരുടെയൊക്കെ പേരിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേര് വെച്ചിട്ട് വിളിക്കാൻ പോവുക. മോനെ ജോയലെ, നീ കർത്താവിൻ്റെ വേലയ്ക്കുള്ളവനാ, നീ വരാമോ? നീ കർത്താവിന് വേണ്ടി ഓടാനായിട്ട് തയ്യാറാകാൻ നീ റെഡിയാണോ? എല്ലാ കൂട്ടുകാരെ ഇതുപോലെ യേശുപ്പച്ചൻ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. ഈ കുഞ്ഞി പാട്ട് നമുക്കൊന്ന് പഠിക്കാം. ആർ യു റെഡി? യെസ്. വിക്കനായ മോശയെ വിരുദ്ധനാക്കിയോൻ, കുള്ളനാം സക്കായിയെ കൂടെ കൂട്ടിയോൻ, തള്ളിയ കല്ല് മൂലക്കല്ലാക്കിയോൻ, കുഞ്ഞുങ്ങളെ പേർ ചൊല്ലി വിളിച്ചിടുന്നു. തള്ളിയ കല്ല് മൂലക്കല്ലാക്കിയോൻ, കുഞ്ഞുങ്ങളെ പേർ ചൊല്ലി വിളിച്ചിടുന്നു. ഗോപ്രോ ഗോപ്രോ, ക്രിസ്തുവിൽ സമർത്ഥരായിടാം. ഗോപ്രോ ഗോപ്രോ, ഗെറ്റ് സെറ്റ് ഗോ. ബാലൻ ശമൂവേലെ പ്രവാചകനാക്കി, ഇടയൻ ദാവീദിനെ രാജാവാക്കി, വിരോധിയാം ശൗലിനെ സ്നേഹിതനാക്കി. കർത്താവിന് സാധ്യമൊന്നുമേയില്ല,
വിരോധിയാം ശൗലിനെ സ്നേഹിതനാക്കി. കർത്താവിന് സാധ്യമൊന്നുമേയില്ല. ഗോപ്രോ ഗോപ്രോ ക്രിസ്തുവിൽ സമർത്ഥരായിടാം. ഗോപ്രോ ഗോപ്രോ ഗെറ്റ് സെറ്റ് ഗോ. പ്രിയ കൂട്ടുകാരെ, പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു പാട്ടാണ്. ഇപ്പം തന്നെ എന്നോടൊപ്പം ചേർന്ന് പാടിയ ചില കൂട്ടുകാരുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ചേർന്ന് ഒന്നും കൂടെ പാടാം. ഞാൻ ഓരോ വരി പാടിത്തരാം, ഏറ്റു പാടുമോ? ഓക്കെ. വിക്കനായ മോശയെ വിരുദ്ധനാക്കിയോൻ, കുള്ളനാം സക്കായിയെ കൂടെ കൂട്ടിയോൻ, തള്ളിയ കല്ല് മൂലക്കല്ലാക്കിയോൻ, കുഞ്ഞുങ്ങളെ പേർ ചൊല്ലി വിളിച്ചിടുന്നു. തള്ളിയ കല്ല് മൂലക്കല്ലാക്കിയോൻ, കുഞ്ഞുങ്ങളെ പേർ ചൊല്ലി വിളിച്ചിടുന്നു. അങ്ങനെയെങ്കിൽ ഗോപ്രോ ഗോപ്രോ ക്രിസ്തുവിൽ സമർത്ഥരായിടാം. ഗോപ്രോ ഗോപ്രോ ഗെറ്റ് സെറ്റ് ഗോ. അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റാൻസ് എങ്ങനെയാ പാടുന്നത്? ബാലൻ ശമൂവേലെ പ്രവാചകനാക്കി, ഇടയൻ ദാവീദിനെ രാജാവാക്കി, വിരോധിയാം ശൗലിനെ സ്നേഹിതനാക്കി. കർത്താവിന് സാധ്യമൊന്നുമേയില്ല. വിരോധിയാം ശൗലിനെ സ്നേഹിതനാക്കി. കർത്താവിന് സാധ്യമൊന്നുമേയില്ല. ഗോപ്രോ ഗോപ്രോ ക്രിസ്തുവിൽ സമർത്ഥരായിടാം. ഗോപ്രോ ഗോപ്രോ ഗെറ്റ് സെറ്റ് ഗോ. എല്ലാവരും പാട്ട് പഠിച്ചല്ലേ? ഈ രണ്ട് കുട്ടി ആക്ഷനുണ്ട്, അത് പെട്ടെന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ വിക്കനായ മോശയെ വിരുദ്ധനാക്കിയോൻ, കുള്ളനാം സക്കായിയെ കൂടെ കൂട്ടിയോൻ, തള്ളിയ കല്ല് മൂലക്കല്ലാക്കിയോൻ, കുഞ്ഞുങ്ങളെ പേർ ചൊല്ലി വിളിച്ചിടുന്നു. കിട്ടിയോ? ഇത്രയേ ഉള്ളൂ, സിമ്പിളാ. വിക്കനായ മോശയെ വിരുദ്ധനാക്കിയോൻ, കുള്ളനാം സക്കായിയെ കൂടെ കൂട്ടിയോൻ, തള്ളിയ കല്ല് മൂലക്കല്ലാക്കിയോൻ, കുഞ്ഞുങ്ങളെ പേർ ചൊല്ലി വിളിച്ചിടുന്നു. ഇനി ഗോപ്രോ എങ്ങനെയാന്ന് നോക്കി. ഗോപ്രോ ഗോപ്രോ ക്രിസ്തുവിൽ സമർത്ഥരായിടാം. ഗോപ്രോ ഗോപ്രോ ഗെറ്റ് സെറ്റ് ഗോ. അത് ഈ സ്റ്റാൻസ് വരുമ്പോൾ എങ്ങനെയാണെന്നറിയോ? ബാലൻ ശമൂവേലെ പ്രവാചകനാക്കി, ഇടയൻ, കയ്യിലൊരു വടിയുണ്ടല്ലോ ഇടയൻ അല്ലേ, ഇടയൻ ദാവീദിനെ രാജാവാക്കി, വിരോധിയാം ശൗലിനെ സ്നേഹിതനാക്കി. കർത്താവിന് സാധ്യമൊന്നുമേയില്ല. വിരോധിയാം ശൗലിനെ സ്നേഹിതനാക്കി. കർത്താവിന് സാധ്യമൊന്നുമേയില്ല. പിടികിട്ടിയോ? ഓൾ സ്റ്റാൻഡപ്പ്. എല്ലാവർക്കും ചേർന്ന് നമുക്ക് ഈ ആക്ഷൻ ഒന്ന് കാണിക്കാം. ആർ യു റെഡി? യെസ്. വിക്കനായ മോശയെ വിരുദ്ധനാക്കിയോൻ, കുള്ളനാം സക്കായിയെ കൂടെ കൂട്ടിയോൻ, തള്ളിയ കല്ല് മൂലക്കല്ലാക്കിയോൻ, കുഞ്ഞുങ്ങളെ പേർ ചൊല്ലി വിളിച്ചിടുന്നു. തള്ളിയ കല്ല് മൂലക്കല്ലാക്കിയോൻ, കുഞ്ഞുങ്ങളെ പേർ ചൊല്ലി വിളിച്ചിടുന്നു. ഗോപ്രോ ഗോപ്രോ ക്രിസ്തുവിൽ സമർത്ഥരായിടാം. ഗോപ്രോ ഗോപ്രോ ഗെറ്റ് സെറ്റ് ഗോ. ബാലൻ ശമൂവേലെ പ്രവാചകനാക്കി, ഇടയൻ ദാവീദിനെ രാജാവാക്കി, വിരോധിയാം ശൗലിനെ സ്നേഹിതനാക്കി. കർത്താവിന് സാധ്യമൊന്നുമേയില്ല. വിരോധിയാം ശൗലിനെ സ്നേഹിതനാക്കി. കർത്താവിന് സാധ്യമൊന്നുമേയില്ല. ഗോപ്രോ ഗോപ്രോ ക്രിസ്തുവിൽ സമർത്ഥരായിടാം. ഗോപ്രോ ഗോപ്രോ ഗെറ്റ് സെറ്റ് ഗോ. പ്രിയ കൂട്ടുകാരെ, എല്ലാവരും ഓടിരുന്ന് ആക്ഷൻ കാണിച്ചായിരുന്നോ? അങ്ങനെയെങ്കിൽ കൂട്ടുകാരെ, ബാലൻ ശമൂവേലിനെയൊക്കെ പ്രവാചകനാക്കിയ ഈ ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട്. മോനെ മോളെ, നീ ഈ വേലയ്ക്ക് ആവശ്യമുള്ളവനാ.
അതിന് തയ്യാറാണോ? ഇങ്ങനെയുള്ള സാധാരണക്കാരെ ഇത്രയും ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വിളിച്ച നല്ല ദൈവമുണ്ട്. ആ ദൈവം പറയുന്നു, നിനക്ക് കഴിവില്ലെന്നോ നിനക്ക് സാമർഥ്യമില്ലെന്നോ ഒന്നും പറയണ്ട. ഇങ്ങനെയുള്ളവരെയാണ് കർത്താവിന് ആവശ്യം. കർത്താവ് വിളിക്കുന്നവരെയാണ് അവൻ കഴിവുള്ളവരാക്കി മാറ്റുന്നത്. കഴിവുള്ളവരെ എല്ലാം കൂടെ അല്ല വിളിച്ചത്, വിളിച്ചവരെ അവൻ കഴിവുള്ളവരാക്കി മാറ്റി. അങ്ങനെയെങ്കിൽ പ്രിയ കൂട്ടുകാരെ, നിങ്ങളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുക. മോനെ മോളെ, നീ ഈ വേലയ്ക്കായിട്ട്, ഈ ഒരു കർത്താവിൻ്റെ സേനയിൽ പടയാളിയായിട്ട് പോകുവാൻ ആർ യു റെഡി? അങ്ങനെ സമ്മതിക്കുന്ന കൂട്ടുകാരെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കാനായിട്ട് പോവുക. എല്ലാ കൂട്ടുകാരെയും ദൈവം കൂടുതലായി ശക്തീകരിക്കട്ടെ. കർത്താവിന് വേണ്ടി വലിയവരായി തീരുവാൻ എല്ലാവരെയും ഇടയാക്കട്ടെ. ഓക്കെ, ബായ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബായ്. വിക്കനായ മോശയെക്കുറിച്ചാണ് നമ്മൾ പാട്ട് പഠിച്ചത്. നമ്മൾ ഇന്ന് ചാലൻസിൻ്റെ പുറകെ പോകുന്നതാ, ഫസ്റ്റ് വരുന്നവരുടെ പുറകെ പോകുന്ന. എന്നാൽ ഇവിടെ ദൈവം തിരഞ്ഞെടുത്തത് ആരെയാ? പരിമിതിയുള്ളവനെ, വിക്കനായ ഒരു മോശയാണ് തിരഞ്ഞെടുത്തത്. ഇന്ന് ഞാനും നിങ്ങളും മിടുക്ക, കഴിവ്, താലന്ത് ഇന്ന് നോക്കിപ്പോകുമ്പോൾ ദൈവം അവിടുന്ന് വിളിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരെയാണ്. ചില ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അങ്ങനെ. മറിയെ തിരഞ്ഞെടുത്തത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ്. യോഹന്നായെ തിരഞ്ഞെടുത്തതും മുക്കുവന്മാരെ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരാക്കിയതും അത് വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പുകളാണ്. നമ്മൾ മിടുക്കരായിരിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ തിരഞ്ഞെടുപ്പ് സാധ്യമല്ലായിരിക്കും. എന്നാൽ ദൈവമേ, എനിക്ക് കുറവുണ്ട് എന്ന് ചിന്തിക്കുന്നതും പറയുന്നതും അത് തിരഞ്ഞെടുപ്പിന് ഇടയായിത്തീരും. അവിടുന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ളവനെ അല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്, ദൈവം തിരഞ്ഞെടുത്തവനെ ക്വാളിഫൈ ആക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവമേ, ഇതാ എൻ്റെ കൈ, നീ എന്നെ തിരഞ്ഞെടുക്കണമേ എന്നുള്ള പ്രാർത്ഥന. ഞാൻ തിരഞ്ഞെടുക്കുകയല്ല, നീ എന്നെ തിരഞ്ഞെടുക്കണം, നീ എന്നെ മുറുകെ പിടിക്കണം എന്ന് പറയാൻ അവിടുന്ന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം, കഥയിലൂടെ. ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഒരു മനോഹരമായ വേദപുസ്തകത്തിലെ കഥയാണ്. ദൈവത്തേക്കാൾ വലിയവനാകുവാൻ ആഗ്രഹിച്ച ചില വ്യക്തികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. നമ്മൾ ദൈവത്തേക്കാൾ വലിയവനാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ആഗ്രഹിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്കൊന്ന് മനസ്സിലാക്കാം. അങ്ങ് ദൂരെ ഒരു നാട്ടിൽ, അതായത് മുൻപ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ് നോഹയപ്പച്ചൻ്റെ കഥ. ഈ നോഹയപ്പച്ചൻ്റെ കഥയൊക്കെ കഴിഞ്ഞ് പ്രളയത്തിന് ശേഷം ഒരു വലിയ കൂട്ടം ജനങ്ങളുണ്ടായി. അതായത് അന്ന് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ, പ്രളയം വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? എല്ലാവരെയും നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം പിന്നീട് ഒരു വലിയ ജനത അടുത്ത തലമുറയായിട്ടുണ്ടായി. എന്നാൽ ഈ തലമുറയിൽപ്പെട്ട ജനങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു ഒരുമിച്ച് ജീവിക്കണമെന്ന്. ഒരുമിച്ച് ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവുമില്ല. എന്നാൽ ഒരുമിച്ച് ജീവിക്കണമെന്ന് അവർ ആഗ്രഹിച്ചപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയാമോ? അവർ പറഞ്ഞു, നമുക്ക് ഒരു വലിയ മാളിക പണിതുണ്ടാക്കണം. മാളിക പണിതുണ്ടാക്കിയിട്ട് നമുക്കവിടെ എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാമെന്ന്. എന്നാൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവം എന്താണ് ആഗ്രഹിച്ചത്? ജനങ്ങളെല്ലാവരും ചിതറിപ്പാർക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു ഇതിനകത്തിൽ. അതായത് ഇവർ ആഗ്രഹിച്ചത് ഒരുമിച്ച് താമസിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഇവരുടെ മനസ്സിൽ മറ്റൊരാഗ്രഹം കൂടി ഉണ്ടായി, ദൈവത്തേക്കാൾ വലിയവരായി തീരണമെന്ന്. അതായത് ദൈവം പറഞ്ഞത് കേൾക്കാതെ, ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാതെ അവർക്കിഷ്ടമുള്ളതുപോലെ വലിയ മാളികകൾ പണിത് ദൈവത്തേക്കാൾ വലിയവരാകുവാൻ ആരാഗ്രഹിച്ചു? ഈ ജനങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ച് അവർ മാളിക പണിയുവാനായിട്ട് തുടങ്ങി. അങ്ങനെ മാളിക പണിത് വന്നപ്പോൾ ദൈവം തമ്പുരാൻ ഒരു ദിവസം തൻ്റെ ജനം പണിയുന്ന മാളിക കാണുവാനായിട്ട്
ഭൂമിയിലേക്ക് വന്നു. ഈ ദൈവം തമ്പുരാൻ മാളിക കാണുവാൻ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം നോക്കിയപ്പോൾ അവർ വലിയ വലിയ മാളികൾ പണിതുണ്ടാക്കുകയാണ്. ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ എല്ലാം മനസ്സിലുള്ള ആഗ്രഹവും ആര് തിരിച്ചറിഞ്ഞു? ദൈവം തമ്പുരാൻ തിരിച്ചറിഞ്ഞു. എന്തായിരുന്നു അവരുടെ മനസ്സിലുള്ള ആഗ്രഹം? എങ്ങനെയെങ്കിലും ദൈവത്തെക്കാൾ വലിയവരാകണം. അത് മനസ്സിലാക്കിയ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? അവരുടെ ഭാഷയെ കലക്കിക്കളഞ്ഞു. അതായത് അവർ ഒരു ഭാഷയായിരുന്നു സംസാരിച്ചതെങ്കിൽ അവർക്ക് പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കാത്ത രീതിയിൽ പല ഭാഷക്കാരായി ദൈവം തമ്പുരാൻ അവരെ മാറ്റിക്കളഞ്ഞു. അങ്ങനെ മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു? ഒരുത്തൻ പറയുന്നത് മറ്റൊരുത്തന് മനസ്സിലാകാതായി. അങ്ങനെ മനസ്സിലാകാതെ വന്നപ്പോൾ ഈ ഗോപുരം പണിയുവാനായിട്ട് അവർക്ക് സാധ്യമായി തീർന്നില്ല. അങ്ങനെ ആ ഗോപുരത്തിൻ്റെ പണി അവിടെ വെച്ച് അവസാനിച്ചു. ആ ഗോപുരത്തെ പറയുന്ന പേരാണ് ബാബേൽ ഗോപുരം. അതായത് ദൈവത്തെക്കാൾ വലിയവരാകണമെന്ന് ആഗ്രഹിച്ച ആ ജനതയെ ദൈവം തകർത്ത് കളഞ്ഞത് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിച്ചു. അതുകൊണ്ട് ഈ ഭാഗം എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്? ഈ കഥ എന്താണ് നമ്മളോട് പറയുന്നത്? നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെക്കാൾ വലിയവരാകണമെന്നല്ല, മറിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ, ദൈവം പറയുന്ന കാര്യങ്ങളെ അനുസരിച്ച് ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ നല്ല കുഞ്ഞുങ്ങളായി തീരുവാൻ, മാതൃകയുള്ള അനുസരണമുള്ള നല്ല കുഞ്ഞുങ്ങളായി തീരുവാൻ നമ്മളെക്കൊണ്ട് സാധ്യമായി തീരേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. എത്രത്തോളം അനുസരണയുള്ളവരാണ് ഞാനും നിങ്ങളും? എത്രത്തോളം നമ്മുടെ ദൈവത്തെ അനുസരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? എത്രത്തോളം മാതാപിതാക്കളെ അനുസരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? എത്രത്തോളം നമ്മുടെ അധ്യാപകരെ അനുസരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? ജീവിതത്തിൽ മറ്റുള്ളവരെ അനുസരിക്കുവാൻ, ഏറ്റവും അപ്പുറമായി നമ്മുടെ ദൈവത്തെ അനുസരിക്കുവാൻ നമ്മളുടെ ജീവിതം കൊണ്ട് സാധ്യമായാൽ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി തീരുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കഥ എല്ലാവർക്കും ഇഷ്ടമായോ? അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബായ്. കഥ ഇഷ്ടമാണോ? എനിക്കറിയാം നിങ്ങൾ ഇത്രയും നേരം വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടായിരുന്നു, വളരെ ശ്രദ്ധയോടെ ഈ കഥകളെല്ലാം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. യെസ് ഓർ നോ? യെസ്. ഈ കഥകൾ ഇത്രയും നാളും ബട്ടർഫ്ലൈസിൽ കൂടെ ഏകദേശം 100 കഥകൾ നിങ്ങൾ കേട്ടു. എല്ലാ കഥയും എഴുതി വെച്ചിരുന്ന കൈപൊക്കിക്ക്. 1 2 3 4 മിക്കവാറും എല്ലാവരും കൈപൊക്കി. ഈ കഥയെല്ലാം ഓർമ്മയുള്ളവരൊന്ന് കൈപൊക്കിക്ക്. ഇതെല്ലാം ഓർമ്മയുണ്ടല്ലയോ? ഈ കഥ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ശക്തി നൽകുന്നതാണ്, ബലം നൽകുന്നതാണ്, കൃപ നൽകുന്നതാണ്. ഈ കഥ അത് പങ്കിടണം, അനേകർക്ക് വെളിച്ചമായി. നിങ്ങളുടെ ജീവിതത്തിൽ ഈ കഥകളെല്ലാം പ്രയോജനപ്പെട്ടതുപോലെ ഈ കഥകൾ അപരൻ്റെ ജീവിതത്തിലും പ്രയോജനപ്പെടുന്ന കഥകളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. കേൾക്കാം, അനുസരിക്കാം. ചേട്ടാ, ആ ചേട്ടൻ എന്നെ എല്ലാം നോക്കുന്നു. ഏത് ചേട്ടനാ? ഇരിക്കുന്ന ചേട്ടനാ? ആ ചേട്ടൻ നമ്മളെ നോക്കൊന്നുമല്ല. നീ എന്താ ഇങ്ങനെ വെറുതെ സംശയിക്കുന്നത്? അതെ, വല്ലാത്തൊരു നോട്ടം തന്നെ. വല്ലാത്തൊരു നോട്ടം. നീ അങ്ങനൊന്നും പറയാതെ. ആ ചേട്ടൻ നിന്നെ ആസ്വദിക്കുക. നിന്റെ പൊന്നോമന കണ്ണും നിന്റെ പൊന്നോമന മൂക്കും ഒക്കെ കണ്ടോണ്ടിരിക്കുകയല്ലേ? അതെ, ആ ചേട്ടൻ്റെ ഒരു വല്ലാത്ത നോട്ടം തന്നെ. വല്ലാത്തൊരു നോട്ടം തന്നെ. ചില കൂട്ടുകാർ ഇങ്ങനെ പറയാറുണ്ട്, എന്നെ വല്ലാതെ നോക്കുന്നു, എന്നെ കണ്ടാൽ ചിലപ്പോൾ കൊള്ളൂല, എൻ്റെ ആ ഭാഗം അത്ര പോരാ, ഐ എം നോട്ട് സ്മാർട്ട് ഇനഫ്, അത് മാത്രമല്ല ഐ എം നോട്ട് ടാലൻറ്റഡ് ഇനഫ് എന്നൊക്കെ പറയാറുണ്ട് ചില കൂട്ടുകാർ. നീ അങ്ങനെ പറയാറുണ്ടോ? അതെ, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ട്. ഇവൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ട്. എന്താ പറയാറുള്ളത്? എന്നേക്കാൾ സൗന്ദര്യമുള്ളത്
മീനുക്കുട്ടിക്കാണോ നിന്നെക്കാളും സൗന്ദര്യമുള്ളത്? അല്ല അല്ല, നിനക്ക് ഭയങ്കര സൗന്ദര്യമാണ്. നിൻ്റെ മൂക്കും കണ്ണും ഒക്കെ നിന്നെ എല്ലാവരും കാണുന്നുണ്ട്, ആ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ട്. നിന്നെ നോക്കി ചില കൂട്ടുകാരൊക്കെ ചിരിക്കുന്നുണ്ട്. ആരാണ് ചിരിക്കുന്നത്? അങ്ങനൊന്നും ചോദിക്കരുത് ഫ്രണ്ട്സ്. അങ്ങനെയെങ്കിൽ എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ വകയാണ്. അതെ, ഞാനും ദൈവത്തിൻ്റെ വകയാണ്. ഐ ബിലോങ് ടു ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സ്വന്തമല്ലേ? ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. കാരണം ദൈവമാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നമ്മളെ മനോഹരമായി മെനഞ്ഞിരിക്കുന്നത്. അതെ, മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്നത്. ജീവശ്വാസവും തന്നിട്ടുണ്ട്. ജീവശ്വാസവും തന്നിട്ടുണ്ട്. ഇവനെല്ലാം അറിയാം. എല്ലാ ഞായറാഴ്ചയും സൺഡേ സ്കൂളിൽ പോകാറുണ്ടേ. അതുകൊണ്ടാണ് ഫ്രണ്ട്സ്, മനോഹരമായി സൃഷ്ടിച്ച് നമ്മൾ അഭിമാനത്തോടെ നിലകൊള്ളണം, സ്വാഭിമാനത്തോടെ നിലകൊള്ളണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ വകയാണ്. ചില കൂട്ടുകാർക്ക് സെൽഫ് എസ്റ്റീം വളരെ കുറവാണ്. എന്നെ കൊള്ളൂല, ഞാൻ പോരാ, ചിലപ്പോൾ കമ്പയർ ചെയ്യുന്നതുകൊണ്ടാകാം. ചിലരാണെങ്കിൽ അങ്ങ് എക്സ്ട്രീംലി ഷൈ ആയിട്ട് നിൽക്കാം. ചിലർക്കാണെങ്കിൽ ഇവൻ ആദ്യം ഡൗട്ട് ചെയ്തതുപോലെ അൺനെസസറി ഡൗട്ടാണ്, ചുമ്മാതിങ്ങനെ ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. ശരിയാണോ അത്? ശരിയാണോ? എന്നോട് ചോദിക്കുക ശരിയാണോ എന്ന്. ശരിയല്ല. ശരിയല്ല ഫ്രണ്ട്സ്. അങ്ങനെയെങ്കിൽ അൺനെസസറി ഡൗട്ടും, ചിലരാണെങ്കിൽ ഓവർ റിയാക്ടിങ് ആണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടി കൊടുക്കുന്നു, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനോട് അമ്മയോട് കയർക്കുന്നു. അവർക്കൊക്കെ അഭിമാനം കുറവുള്ളവരാണെന്ന് പറയാം. അങ്ങനെയെങ്കിൽ സ്വന്തമായി സ്വയത്തിൽ അഭിമാനിച്ച്, മിതത്വം പാലിച്ച്, സംസാരത്തിൽ മിതത്വം പാലിച്ച്, ചെയ്യുന്ന ചില കാര്യങ്ങളിൽ മിതത്വം പാലിച്ച് ഒക്കെ നിലകൊണ്ടാൽ അഭിമാനത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. അഭിമാനമുള്ളവരുടെ ലക്ഷണമാണ് അവർ മിതത്തോടുകൂടി സംസാരിക്കും, പെട്ടെന്നൊരു കാര്യങ്ങൾക്ക് പെട്ടെന്ന് പ്രതികരിക്കത്തില്ല, അവർ മനസ്സിലാക്കി ആവശ്യമുള്ള രീതിയിൽ സംസാരിച്ച് ആവശ്യമുള്ള റിയാക്ഷൻസൊക്കെ കൊടുത്ത് അഭിമാനത്തോടെ അവരുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഇതേ ഉള്ളൂ. ആര് നിങ്ങളെക്കുറിച്ച് എന്തും പറഞ്ഞോട്ടെ, പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ദൈവത്തിൻ്റെ മനോഹര സൃഷ്ടിയാണ്, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. പിന്നെ ആരെന്നെ എന്ത് പറഞ്ഞാൽ എന്താണ്? എനിക്കൊരു കുഴപ്പമില്ല. ഇവനൊരു കുഴപ്പമില്ല. നിങ്ങൾക്കോ? ഒരു കുഴപ്പമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കളെ, നമ്മൾ ഒരിടത്തൊക്കെ ചെല്ലുമ്പോൾ ഇതെൻ്റെ മോനാണ്, ഇതെൻ്റെ മോളാണ്, ഇതെൻ്റെ മമ്മിയാണെന്ന് പറയുമ്പോൾ എന്തൊരു കോൺഫിഡൻസ് ലെവലാ. അങ്ങനെയെങ്കിൽ ഐ ബിലോങ് ടു ജീസസ്, ഞാൻ ക്രിസ്തുവിൻ്റേതാണ്, ക്രിസ്തു എൻ്റേതാണ് എന്ന് പറയുമ്പോൾ എന്തൊരു കോൺഫിഡൻസ് ലെവലാ. അങ്ങനെ പറയാൻ സാധിക്കണം. ഞാൻ ആരാണ്? ഞാൻ ക്രിസ്തുവിൻ്റേതാണ്. ഹൂ ഈസ് ജീസസ് ടു മീ എന്ന് ചോദിച്ചാൽ ഐ ബിലോങ് ടു ജീസസ് ആൻഡ് ഹി ഈസ് മൈൻ എന്ന് പറയാൻ സാധിക്കുന്നതാണ് നന്മ. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. പാടാം, നേടാം. ഞങ്ങളുടെ ഈ ബട്ടർഫ്ലൈസ് പ്രോഗ്രാമിൽ പാടാൻ നേടാം എന്ന സെഗ്മെൻറ്റിൽ എൻ്റെ പ്രിയ കൊച്ചു കൂട്ടുകാർക്ക് പാട്ടുപാടി അയച്ചു തരാം. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഈ വിധത്തിൽ പിടിച്ച് 2 മിനിറ്റിൽ കുറയാത്ത ഒരു പാട്ടുപാടി അയച്ചു തരാമെങ്കിൽ അത് സെലക്ട് ചെയ്ത് വരും ആഴ്ചകളിൽ നിങ്ങളുടെ പാട്ട്
ഈ പാടാൻ നേടാം പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താം. പാടി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന മൊബൈൽ നമ്പറിലോട്ട് അയച്ചു തരണം. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.